ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മാറ്റിയത്. ശ്വാസകോശത്തിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് മെഡിക്കൽ സംഘം അറിയിക്കുന്നു. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ സന്തോഷകരമായ വാർത്തയാണ് വരുന്നത്. വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം കലൂരിലെ നൃത്തപരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള തൃക്കാക്കര MLA ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഒപ്പം ശ്വാസകോശത്തിനേറ്റ പരിക്കുകൾ അത് ഭേദമായി വരുന്നു എന്ന അപ്ഡേറ്റാണ് ഇപ്പോൾ വരുന്നത്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്ന ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഉമാ തോമസിനെ ഈ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയത്. ശ്വാസകോശത്തിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് മെഡിക്കൽ സംഘം വ്യക്തമാക്കി. അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലാത്തതിനാൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഉമാ തോമസ് തുടരും. ഉമാ തോമസ് ഡോക്ടർമാരുമായും മക്കളോടും സംസാരിച്ചു എന്നുള്ള വിവരവും ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്നുണ്ട്. അതായത് ഒരു താൽക്കാലിക ആശ്വാസം നൽകുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. തൽക്കാലം വെന്റിലേറ്ററിൽ നിന്നും മാറ്റി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. തീർച്ചയായും ഇത്രയും ദിവസം ഡോക്ടേഴ്സ് പറഞ്ഞത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുമ്പോഴായിരിക്കും നമ്മൾ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയുക, അല്ലെങ്കിൽ സ്വന്തമായി ശ്വസിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ കഴിയുന്ന നിലയിലേക്കൊക്കെ മാറുമ്പോഴായിരിക്കും അത് പറയാനാവുക എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഡോക്ടേഴ്സിൻ്റെയും മെഡിക്കൽ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ആശ്വാസകരമായ സന്തോഷകരമായ വാർത്തയാണ്. ഡോക്ടേഴ്സിനോടും മക്കളോടുമൊക്കെ ഉമാ തോമസ് പ്രതികരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് തന്നെ വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയിലെ നല്ല പുരോഗതി അത് സന്തോഷകരവുമാണ്.